പാലിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. അതായത് ഒരു 10 ലിറ്ററോ 12 ലിറ്ററോ ഒരു പശുവിന് പുള്ളിക്ക് ഡെയിലി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫീഡിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമുക്കത് 11 കിട്ടുന്ന ലിറ്റർ 12ഓ 13ഓ ആക്കി നമുക്ക് കൂട്ടാൻ പറ്റാറുണ്ട്. അങ്ങനെ ആവറേജ് നമ്മളെനിക്ക് തോന്നുന്നു ഒരു 1.5 ലിറ്റർ നമ്മളൊരു വേരിയേഷൻ അവിടെ വരുത്തിയിട്ടുണ്ട്. അതുകൂടാതെ പശുവിൻ്റെ ഹീറ്റ് സൈക്കിൾ ഉണ്ട്. അതായത് ഇൻസെമിനേറ്റ് ചെയ്യാൻ, അതായത് പ്രഗ്നൻ്റ് ആവുന്ന ഒരു സൈക്കിൾ ഉണ്ട്. പശു പ്രഗ്നൻ്റ് ആയാലേ നമുക്ക് പാല് കിട്ടത്തുള്ളൂ. പൊതുവേ പശുവിൻ്റെ ഒരു മിൽക്കിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 11 മാസം ആണ്, അല്ലെങ്കിൽ 10 മാസമാണ് നമ്മൾ ആവറേജ് ആയിട്ട് കണക്ക് കൂട്ടുന്നത്. ബട്ട് റിയലിസ്റ്റിക്കലി ഫാർമേഴ്സിന് ഒരു 4-5 മാസം കിട്ടാറുള്ളൂ. അത് കഴിഞ്ഞ് അവർ ഓരോ മാസം കുത്തിവെക്കാൻ ശ്രമിക്കും, സക്സസ്ഫുൾ ആവില്ല. പിന്നെ ഒരു 30 ദിവസം വെയിറ്റ് ചെയ്യും, പിന്നെ വീണ്ടും. അപ്പോൾ ഓരോ മാസം വരെ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും 20,000 രൂപ 30,000 നഷ്ടമാണ് വരുന്നത്. അപ്പം നമുക്ക് ആ ഒരു ഇൻസെമിനേറ്റിൻ്റെ സമയം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് വഴി. അപ്പോൾ അത് അവർ കറക്റ്റായിട്ട് ഇൻസെമിനേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പശു കറക്റ്റായിട്ട് പ്രഗ്നൻ്റ് ആവുകയും ആ ഒരു 9 മന്ത്സ് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് പാലൊരു പ്രോപ്പറായിട്ട് അവർക്ക് ഒരു ത്രൂ ഔട്ട് ദി ഇയർ, അപ്പോൾ ഒരു ഓൺ ആൻ ആവറേജ് ഇയർലി തന്നെ അവർക്കൊരു പശുവിൻ്റെ പാലുൽപാദനത്തിൽ ഒരു 45,000-50,000 രൂപ എക്സ്ട്രാ അവർക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. നമ്മൾ പറയുന്നത് തന്നെ കർഷകരോടാണ് ദാറ്റ് അവരൊരു ഈ പ്രൊഡക്റ്റിന് വേണ്ടി പ്രൊഡക്റ്റിൻ്റെ ലൈഫ് ടൈമിൽ, അല്ലെങ്കിൽ ഒരു 5 വർഷത്തെ ലൈഫ് ടൈം പശുവിൻ്റെ എടുത്താൽ, മിൽക്കിങ് ഏജ് എടുത്താൽ അവർ സ്പെൻഡ് ചെയ്തൊരു 10,000 രൂപയായിരിക്കും. ബട്ട് അവർക്ക് കിട്ടുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ROI അതിൻ്റെ 16x ആണ്. സോ അതിൻ്റെ നല്ല ബെനിഫിറ്റ്സ് ഉണ്ട്. മിക്ക ഫാമേഴ്സിന് അത് അറിയാറില്ല. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാക്കുന്നത് എങ്ങനെ എഫക്റ്റീവ്ലി അവർക്ക് ഫാമിംഗ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് നമുക്ക് ചേഞ്ചസ് അവരുടെ ലൈഫിൽ വരുത്താൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് ബെനിഫിറ്റ്സ് കൊടുത്താൽ നമുക്ക് പറ്റിയിട്ടുണ്ട്.